വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു റോസ്റ്റ് ഫ്രൈ ചിക്കനാണ്. ഞാൻ ചെയ്തേക്കുന്നൊരു ഫുൾ ചിക്കൻ ലെഗ് ആണ്. പിന്നെ ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഞാനിത് ചെയ്തേക്കുന്നത് കുക്കറിലാണ്. നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് റെസിപ്പി നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ജീരകം, 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് 2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരച്ചൊന്ന് ചേർക്കണം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാമേ. ഇനി നമുക്കിതിലേക്കോട്ട് ലെമൺ സ്ക്വീസ് ചെയ്ത് ചേർക്കണം. പിന്നെ കുറച്ചിങ്ങനെ വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് അരപ്പ് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കോട്ട് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് രാത്രി മൊത്തവും ഫ്രിഡ്ജിൽ വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഒരു രാത്രി മൊത്തവും നമ്മളുടെ ചിക്കൻ ഫ്രിഡ്ജിലിരുന്നു നല്ല മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിൽ വെച്ച് ഒരു 1 അല്ലെങ്കിൽ 2 വിസിൽ വരുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മളുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവയിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു തവയിലേക്കോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ മസാലാസ് മൊത്തമായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് വേവിക്കണം. അപ്പോൾ നമുക്ക് 2 സൈഡും വേവിച്ച് നല്ലതുപോലെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ ഒന്ന് ഗ്രില്ലായതുപോലെ നല്ല റോസ്റ്റ് മെറ്റീരിയലാണ്. മാത്രമല്ല ഫ്രൈ ചെയ്തെടുത്തതുപോലെ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് കുറച്ച് ഓയിൽ ചേർക്കണം. കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ചപ്പാത്തീൻ്റെ കൂടെ, ഒറട്ടീൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കും. പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഉള്ളത് ചപ്പാത്തി, പൊറോട്ട ആ ഒരു ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്തതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.